ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഋഷഭയുടെ 9ാം ദിനത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം വേൾഡ് വൈഡ് കളക്ഷൻ 8 ദിനത്തെയും സിനിമയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് സിനിമയ്ക്ക് അത്ര മികച്ച ഒരു ദിനമല്ല. ഇന്ന് വലിയ രീതിയിലുള്ള ഇടിവ് തന്നെ കാണുന്നു. സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരു ഇടിവാണ്. ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടത് 6ഓളം ഷോകൾ മാത്രമാണ്. അതിനകത്തിൽ തന്നെ 100-ൽ താഴെ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21,000 രൂപ മാത്രമാണ് സിനിമയുടെ കളക്ഷനായി ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് സിനിമ ഇന്നലെ വരെ നേടിയത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. പക്ഷേ ഇന്ന് വലിയൊരു ഇടിവാണ് കേരള ബോക്സ് ഓഫീസിൽ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഫൈനൽ റണ്ണാണ് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു വാരത്തോടു കൂടി. അപ്പോൾ നമുക്ക് ഇന്നലെ വരെയുള്ള കളക്ഷൻ ഡീറ്റെയിൽഡ് ഏരിയ വൈസുള്ള ബ്രേക്കപ്പ് ലഭിച്ചിട്ടുണ്ട്. ഋഷഭ അത്ര വലിയ വിജയമൊന്നുമല്ല, പക്ഷേ കേരളത്തിൽ ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലുള്ള ഒരു കളക്ഷനാണ് വന്നത്. ഒരു പക്ഷേ ആദ്യ ദിനം തന്നെ വാഷ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അത് ഒരു മാറ്റമായിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ 10ാം ദിനത്തിലേക്ക് സിനിമ കടക്കുകയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് 8 ദിനം കൊണ്ട് നേടിയത് 97 ലക്ഷം രൂപയോളമാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 16 ലക്ഷം രൂപ നേടിയ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് 6,15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നേടിയത്. കർണാടകത്തിൽ നിന്ന് 7,20,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ നോർത്ത് സ്റ്റേറ്റ്സിൽ നിന്ന് ഏകദേശം 14 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി മോഹൻലാൽ നായകനായി എത്തിയ ഈ ഒരു വമ്പൻ ബഡ്ജറ്റിൽ വന്ന ചിത്രത്തിന് 1,40 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. അതിൽ തന്നെ 1 കോടിക്കടുത്ത്, അല്ലെങ്കിൽ 1 കോടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇനിയും വിദേശ രാജ്യങ്ങളിലെ കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. UAE GCCയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് $17,423 നേടിയെന്നുള്ളതാണ്. UK യിൽ നിന്ന് $3,162, $687K നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഓവർസീസിൽ നിന്ന് 20,61,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് 1,61 ലക്ഷം രൂപ സിനിമ നേടിയെന്നുള്ളതാണ്. വലിയ ബഡ്ജറ്റിലാണെങ്കിലും സിനിമ വാഷ് ഔട്ട് ആവുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതൊരു നിരാശ നൽകി.